പുതിയ മാരുതി സുസുക്കി സ്വിഫ്റ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം. മാരുതി ഇതിനെ എപ്പിക് സ്വിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കംപ്ലീറ്റ്ലി കുറച്ചധികം ഡിസൈൻ ചേഞ്ചസ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്കൊരു വലിയ 9 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ ലഭിക്കും. ഇതിൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയവയൊക്കെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് മൈലേജ് ഈ ഒരു വാഹനത്തിൽ കുറച്ച് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ലഭിക്കുമെന്നാണ് മാരുതി ക്ലെയിം ചെയ്യുന്നത്. മാനുവലിന് 24 കിലോമീറ്റർ മൈലേജും ഓട്ടോമാറ്റിക്കിന് 25 കിലോമീറ്റർ മൈലേജും. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിന് നമുക്കറിയാം ഒരു AMT ട്രാൻസ്മിഷൻ ആയിരുന്നു. അത് മാരുതി ഏജസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്നതിന്റെ ആ ഒരു ലാഗ് കുറച്ചധികം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് കംപ്ലീറ്റ്ലി റിവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. പുതിയ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റും പുതിയൊരു ഫോഗ് ലാമ്പ് ഡിസൈനുമാണ് ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പിൻഭാഗത്ത് ആ ടെയിൽ ലാമ്പ് ഡിസൈൻ ആണെങ്കിലും മുന്നിലെ ആ ഹെഡ് ലാമ്പിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് ബമ്പറിലും ഒരു ചെറിയ ഡിസൈൻ എലമെന്റ് റീവർക്ക് ചെയ്തിട്ടുണ്ട്. 81 PS പവറും 111 എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന സെഡ് സീരീസിൽ പെടുന്ന ഒരു എഞ്ചിനാണ്. നേരത്തെ നമുക്ക് K12 സീരീസിലുള്ള എഞ്ചിനായിരുന്നു ലഭിക്കുന്നത്. സെഡ് സീരീസിലാണ് ഈ ഒരു പുതിയ സ്വിഫ്റ്റിന്റെ എഞ്ചിൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഹൈബ്രിഡ് അസിസ്റ്റ്